നമസ്കാരം. ഇന്നത്തെ ലേമാൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ യൂണിറ്റിലെ അവസാനത്തെ ക്ലാസ്സാണ് ഇത്. ഇതിൽ ആദ്യമായി നാം ചർച്ച ചെയ്യുന്നത് റിലേറ്റീവ് വെലോസിറ്റി എന്ന ആശയമാണ്. നമ്മുടെ റോഡുകളിൽ ബസ്സുകളുടെ മത്സരയോട്ടം ഒരു പതിവ് കാഴ്ചയാണ്. പിന്നിൽ നിന്നും അമിതമായ വേഗത്തിൽ പാഞ്ഞു വന്ന് നമ്മൾ സഞ്ചരിക്കുന്ന ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് അത് കടന്നു പോകുന്ന അവസരത്തിൽ നമ്മുടെ ബസ്സിലിരുന്നു കൊണ്ട് മറികടന്നു പോകുന്ന ബസ്സിനെ നോക്കുമ്പോൾ അത് ഇഴഞ്ഞു നീങ്ങുന്നത് പോലെ തോന്നാറുണ്ട്. അതായത് ഉയർന്ന വേഗത്തിലാണ് ഓവർടേക്ക് ചെയ്യുന്ന ബസ് സഞ്ചരിക്കുന്നതെങ്കിലും നമ്മുടെ ബസ്സും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ ഓവർടേക്ക് ചെയ്തു പോകുന്ന ബസ് അതിൻ്റെ യഥാർത്ഥ സ്പീഡിനേക്കാൾ കുറഞ്ഞ സ്പീഡിൽ സഞ്ചരിക്കുന്നതായാണ് നമുക്ക് തോന്നുക. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അവസരത്തിലും ഒരു ട്രാക്കിലൂടെ ഓടുന്ന ട്രെയിനിൽ നിന്നും മറ്റൊരു ട്രാക്കിലൂടെ ഓടുന്ന ട്രെയിനിനെ നിരീക്ഷിക്കുമ്പോൾ ഈ അനുഭവം ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിൽ ഒരു മൂവിംഗ് ഓബ്ജക്റ്റിന്റെ വെലോസിറ്റിയെ മറ്റൊരു മൂവിംഗ് ഓബ്ജക്റ്റിന്റെ വെലോസിറ്റിയുമായി കമ്പയർ ചെയ്ത് ബന്ധപ്പെടുത്തി പറയുന്നതിനെയാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. Velocity of one moving object with respect to another moving object is called relative velocity. നമുക്ക് എ ബി എന്നിങ്ങനെ രണ്ട് മൂവിംഗ് ഓബ്ജക്റ്റുകൾ പരിഗണിക്കാം. അവയുടെ വെലോസിറ്റികൾ വി എ വി ബി എന്നിങ്ങനെ എടുക്കാം. അതായത് എയുടെ വെലോസിറ്റിയെ വി എ കൊണ്ടും ബിയുടെ വെലോസിറ്റിയെ വി ബി കൊണ്ടും സൂചിപ്പിക്കുന്നു. അപ്പോൾ വി എ വി ബി എന്നിവ ഓരോ ഓബ്ജക്റ്റിന്റെയും ഇൻഡിവിജ്വൽ വെലോസിറ്റികളാണ്. ഇനി നമുക്ക് റിലേറ്റീവ് വെലോസിറ്റിയായ വി എ ബി വി ബി എ എന്നിവയെ ഒന്ന് പരിചയപ്പെടാം. നോക്കൂ, വി എ ബി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. അതുപോലെ വി ബി എ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. ഇനി വി എ ബി എന്ന റിലേറ്റീവ് വെലോസിറ്റിയും എ ബി എന്നീ വസ്തുക്കളുടെ യഥാർത്ഥ വെലോസിറ്റിയായ വി എ വി ബി എന്നിവയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് റിലേറ്റീവ് വെലോസിറ്റി കണക്കാക്കുന്നതിനുള്ള ഒരു ഫോർമുലയിൽ എത്തിച്ചേരാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് വി എ ബി എന്തായിരിക്കും, വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്തായിരിക്കുമെന്നാണ്. അതിനുള്ള ഫോർമുലയാണ്. ഇതിനെ കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ എ ബി എന്നീ രണ്ട് ട്രെയിനുകൾ ഒരേ ദിശയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുവെന്ന് കരുതുക. എയുടെ വെലോസിറ്റി വി എയും ബിയുടെ വെലോസിറ്റി വി ബിയുമാണ്. ബി എന്ന ട്രെയിനിലിരിക്കുന്ന ആൾക്ക് എ എന്ന ട്രെയിൻ എത്ര വെലോസിറ്റിയിൽ നീങ്ങുന്നതായാണ് തോന്നുക. അതിനെയാണ് ഇവിടെ വി എ ബി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബിയിലിരിക്കുന്ന നിരീക്ഷകൻ എ എന്ന ട്രെയിനിനെ നോക്കുന്നു. അതായത് വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. ഈ ചിത്രം ഒന്ന് നോക്കൂ. എ ബി എന്നീ രണ്ട് വസ്തുക്കൾ ഒരേ സ്ഥാനത്തിരിക്കുന്നു. ഇതിലെ എ എന്ന വസ്തു 25 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ നേർരേഖയിലൂടെ സഞ്ചരിക്കുകയും ബി റെസ്റ്റിലുമാണെന്ന് കരുതുക. അപ്പോൾ എ എന്ത് ചെയ്യുന്നു? 25 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ സ്ട്രെയിറ്റ് ലൈനിലൂടെ സഞ്ചരിക്കുന്നു. ബി ആകട്ടെ റെസ്റ്റിലുമാണ്. ഒരു സെക്കൻഡ് കഴിയുമ്പോൾ എ ബിയിൽ നിന്നും 25 മീറ്റർ ദൂരേക്ക് നീങ്ങുമല്ലോ. 2 സെക്കൻഡ് കഴിയുമ്പോഴോ 50 മീറ്റർ ദൂരേക്ക് മാറിയിട്ടുണ്ടാകും. അതായത് ഓരോ സെക്കൻഡിലും എ എന്ന ഓബ്ജക്റ്റിന് ബിയിൽ നിന്നുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് 25 മീറ്റർ ആയിരിക്കും. അതുകൊണ്ട് നിശ്ചലാവസ്ഥയിലിരിക്കുന്ന റെസ്റ്റിലിരിക്കുന്ന ബി എന്ന ഓബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം എയുടെ വെലോസിറ്റി 25 മീറ്റർ പെർ സെക്കൻഡ് തന്നെയായിരിക്കും. അതായത് റിലേറ്റീവ് വെലോസിറ്റിയായ വി എ ബി എന്ന് പറയുന്നത് എയുടെ യഥാർത്ഥ വെലോസിറ്റി തന്നെയായിരിക്കും. എന്നാൽ ബി എന്ന ഓബ്ജക്റ്റും എ സഞ്ചരിക്കുന്ന അതേ ദിശയിൽ
15 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്നുവെന്ന് കരുതുക. ഇപ്പോൾ എ സഞ്ചരിക്കുന്നത് 25 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ്. ആ ദിശയിൽ തന്നെ ബിയും മറ്റൊരു വേഗതയിൽ, മറ്റൊരു സ്പീഡിൽ, ലെറ്റ് ഇറ്റ് ബി 15 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. ഒരു സെക്കൻഡ് കഴിയുമ്പോൾ സ്വാഭാവികമായും തന്നെ എ അതിന്റെ ആദ്യ സ്ഥാനത്ത് നിന്നും 25 മീറ്റർ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടാകും. അതേസമയം ബി അതിന്റെ ആദ്യ സ്ഥാനത്ത് നിന്നും 15 മീറ്ററാണ് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടാവുക. ഒരു സെക്കൻഡ് കഴിയുമ്പോഴുള്ള എ, ബി എന്നിവയുടെ അവസ്ഥ ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയായിരിക്കും. നോക്കൂ, ഒരു സെക്കൻഡിൽ എക്ക് യഥാർത്ഥത്തിൽ 25 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായെങ്കിലും ബിയെ സംബന്ധിച്ചിടത്തോളം ബിയോട് ചേർന്നിരുന്ന എ ഇപ്പോൾ കേവലം 10 മീറ്റർ മാത്രമേ മാറിപ്പോയിട്ടുള്ളൂ. അതായത് ബിയെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡിൽ ബിയിൽ നിന്ന് എക്കുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് 10 മീറ്റർ മാത്രമാണ്. ഒരു വസ്തുവിന് ഒരു സെക്കൻഡിൽ 10 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാൽ അതിന്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കുമല്ലോ. ഒന്നുകൂടി പറയട്ടെ, ഇവിടെ എ ഓരോ സെക്കൻഡിലും 25 മീറ്റർ എന്ന നിരക്കിൽ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നതിനാൽ അതിന്റെ യഥാർത്ഥ വെലോസിറ്റി 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്നാൽ എ സഞ്ചരിക്കുന്ന അതേ ദിശയിൽ 15 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്ന ബിയെ സംബന്ധിച്ചിടത്തോളം എ എന്ന ഓബ്ജക്റ്റിന് സംഭവിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ഓരോ സെക്കൻഡിലും 10 മീറ്റർ മാത്രമായതിനാൽ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി, അതായത് VAB എന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇവിടെ 10 എന്ന സംഖ്യ ഓരോ വസ്തുക്കളുടെയും വെലോസിറ്റികളുടെ ഡിഫറൻസ് ആണ് എന്നത് ശ്രദ്ധിക്കുക. അതായത് V ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി, VAB ഈക്വൽ ടു VA മൈനസ് VB. ഇനി ഈ പറഞ്ഞ വസ്തുക്കൾ എ, ബി എന്നീ രണ്ട് വസ്തുക്കൾ ഓപ്പോസിറ്റ് ദിശയിലാണ് സഞ്ചരിച്ചതെങ്കിലോ? ചിത്രം നോക്കൂ. ഒരു സെക്കൻഡ് കഴിയുമ്പോൾ എ, ബി എന്നിവയുടെ പൊസിഷൻ നോക്കൂ. ഈ സമയത്ത് ബിയെ സംബന്ധിച്ചിടത്തോളം എ എത്രമാത്രം ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നോക്കൂ. 25 പ്ലസ് 15 ഈക്വൽ ടു 40 മീറ്റർ. അതായത് ബിയെ സംബന്ധിച്ചിടത്തോളം എ എന്ന ഓബ്ജക്റ്റ് അതിൽ നിന്നും ഓരോ സെക്കൻഡിലും 40 മീറ്റർ വീതം അകന്നകന്ന് പോകുന്നതായി തോന്നുന്നു. എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഈസ് ഈക്വൽ ടു 40 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഇൻഡിവിജ്വൽ വെലോസിറ്റികളുടെ തുകയായ VA പ്ലസ് VB ആണ് ഇപ്പോൾ ഇവിടെ റിലേറ്റീവ് വെലോസിറ്റിയായി വരുന്നത്. അപ്പോൾ പൊതുവായി പറഞ്ഞാൽ രണ്ട് വസ്തുക്കൾ ഒരേ ഡിറക്ഷനിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഡിറേറ്റീവ് വെലോസിറ്റി ഇൻഡിവിജ്വൽ വെലോസിറ്റികളുടെ മാഗ്നിറ്റ്യൂഡുകളുടെ ഡിഫറൻസ് ആയിരിക്കും. ഇനി അതല്ല, ഈ ഓബ്ജക്റ്റുകൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, മൂവ് ചെയ്യുന്നതെങ്കിൽ, റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ വെലോസിറ്റികളുടെ മാഗ്നിറ്റ്യൂഡിന്റെ തുകയായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം, ഓബ്ജക്റ്റുകൾ മൂവ് ചെയ്യുന്നത് ഒരേ ഡിറക്ഷനിലായാൽ റിലേറ്റീവ് വെലോസിറ്റി യഥാർത്ഥ വെലോസിറ്റിയേക്കാൾ കുറയുകയും ഓപ്പോസിറ്റ് ഡിറക്ഷനിലായാൽ അത് യഥാർത്ഥ വെലോസിറ്റിയേക്കാൾ കൂടുകയും ചെയ്യും എന്നതാണ്. നാം ഇപ്പോൾ റിലേറ്റീവ് വെലോസിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓരോ സന്ദർഭത്തിനും വേണ്ടി രണ്ട് വ്യത്യസ്ത ഫോർമുലകളാണ് ഉപയോഗിച്ചത്. അതായത് ഒരേ ദിശയിൽ മൂവ് ചെയ്യുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി കാണാൻ VA മൈനസ് VBയും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാകുമ്പോൾ VA പ്ലസ് VBയും. ഇതിനു പകരം കുറച്ചുകൂടി എളുപ്പത്തിൽ ഒരു ജനറൽ ഫോർമുലയായി നമുക്ക് റിലേറ്റീവ് വെലോസിറ്റിയായ VABയെ VA മൈനസ് VB എന്നും അതുപോലെ വെലോസിറ്റി ഓഫ് B വിത്ത് റെസ്പെക്ട് ടു A VBAയെ VB മൈനസ് VA എന്നും എഴുതാം.
അതായത് ഏത് സന്ദർഭത്തിലായാലും റിലേറ്റീവ് വെലോസിറ്റി കാണാൻ ഇൻഡിവിജ്വൽ വെലോസിറ്റികളുടെ വെക്ടോറിയൽ ഡിഫറൻസ് കണ്ടാൽ മതി. എന്ന് വെച്ചാൽ വെലോസിറ്റികളുടെ സൈൻ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു വെലോസിറ്റിയിൽ നിന്നും രണ്ടാമത്തെ വെലോസിറ്റി കുറച്ചാൽ റിലേറ്റീവ് വെലോസിറ്റി കണ്ടെത്താൻ കഴിയും. അപ്പോൾ അവസാനമായി നമ്മൾ റിലേറ്റീവ് വെലോസിറ്റിയുടെ ഫോർമുല എഴുതി വെക്കുകയാണ്. VAB is equal to VA minus VB. Relative velocity of A with respect to B, VAB is equal to VA minus VB. Similarly, relative velocity of B with respect to A is equal to VB minus VA. ഒരു കാര്യം ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ ഫോർമുല ഉപയോഗിക്കുമ്പോൾ വെലോസിറ്റിയുടെ സൈൻ പരിഗണിച്ച് വേണം കാൽക്കുലേഷൻ നടത്താൻ. അതായത് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പരിഗണിച്ചിരിക്കണം. റിലേറ്റീവ് വെലോസിറ്റി എന്ന ആശയത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നിങ്ങളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഡയറക്റ്റായി ഒരു ഫോർമുല പറഞ്ഞു പോകുന്നതിന് പകരം ഇത്രയും വിശദീകരിച്ച് കാര്യങ്ങൾ പറഞ്ഞത്. വ്യക്തതയ്ക്ക് വേണ്ടി ഏതാനും പ്രോബ്ലംസ് കൂടി നമുക്ക് ചെയ്ത് ഈ ഭാഗം അവസാനിപ്പിക്കാം. നോക്കൂ, 2 trains A and B are running along 2 straight parallel tracks in the same direction. Their velocities are 90 km per hour and 72 km per hour respectively. Find VAB and VBA. Second question, what will be the relative velocities if they were moving in opposite direction? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പറയുന്നത്? 2 ട്രെയിനുകൾ സഞ്ചരിക്കുന്ന ഒരേ ദിശയിലാണ്. ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ വെലോസിറ്റി തന്നിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് എടുത്തെഴുതാം. വെലോസിറ്റി ഓഫ് എ VA ഈക്വൽ ടു 90 km per hour. വെലോസിറ്റി ഓഫ് ബി VB ഈക്വൽ ടു 72 km per hour. അതായത് ഇവിടെ 2 ട്രെയിനിൻ്റെയും വെലോസിറ്റി ഒരേ ഡിറക്ഷനിലാണ്, രണ്ടും പോസിറ്റീവായി എടുത്തു. ഇനി നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. VAB കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. VAB ഈക്വൽ ടു VA മൈനസ് VB ഈക്വൽ ടു 90 മൈനസ് 72 ഈക്വൽ ടു 18 km per hour. അതായത് ബി എന്ന ട്രെയിനിലിരുന്ന് യാത്ര ചെയ്യുന്നൊരു യാത്രക്കാരൻ എ എന്ന ട്രെയിനിനെ നോക്കിയാൽ അത് കേവലം 18 km per hour വേഗത്തിൽ പോകുന്നതായാണ് തോന്നുക. അതിന്റെ യഥാർത്ഥ വെലോസിറ്റി, യഥാർത്ഥ സ്പീഡ് 90 km per hour ആണെങ്കിലും ബിയിലിരുന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അത് 18 km per hour വേഗത്തിൽ പോകുന്നതായാണ് തോന്നുക. ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കൂ. VBA കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. അതായത് എയിലിരിക്കുന്ന യാത്രക്കാരൻ ബി എന്ന ട്രെയിനിനെ നിരീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ബി എന്ന ട്രെയിനിലെ യാത്രക്കാരനെ നിരീക്ഷിക്കുന്നു. VBA is equal to VB minus VA equal to 72 minus 90 equals minus 18 km per hour. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. ഈ ട്രെയിനുകൾ ഒരേ ദിശയിലല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സഞ്ചരിച്ചിരുന്നതെങ്കിൽ ആ സന്ദർഭത്തിലെ VAB VBA എന്നിവ കാണാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും എഴുതാം. VA എ എന്ന ട്രെയിനിന്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി 90 km per hour. VB ഈക്വൽ ടു 72 km per hour അല്ല, മൈനസ് 72 km per hour എന്ന് എഴുതേണ്ടി വരും. കാരണം എ സഞ്ചരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ബി സഞ്ചരിക്കുക. അപ്പൊ അതുകൊണ്ട് ഇവിടെ VB എന്നത് മൈനസ് 72 km per hour ആണ്. ഇനി നമുക്ക് ഫോർമുല ഉപയോഗിക്കാം. VAB ഈക്വൽ ടു VA മൈനസ് VB ഈക്വൽസ് വിയുടെ വാല്യൂ കൊടുത്തു 90 മൈനസ് 72 ഈക്വൽ ടു 90 പ്ലസ് 72 ഈക്വൽ ടു 162 km per hour. അതായത് ബിയിലിരിക്കുന്ന ഒരു യാത്രക്കാരൻ ഈ സന്ദർഭത്തിൽ എ എന്ന ട്രെയിനിനെ നോക്കിയാൽ എയുടെ യഥാർത്ഥ വെലോസിറ്റി 90 km per hour ആണെങ്കിലും അതിനേക്കാളൊക്കെ വളരെ ഉയർന്ന വേഗത്തിൽ, അതായത് 162 km വേഗത്തിൽ അത് സഞ്ചരിക്കുന്നതായിരിക്കും തോന്നുക. ഇനി അതുപോലെ VBA is equal to VB minus VA equal to minus 72 minus 90 equal to minus 162 km per hour. ഇനി വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട
ഏതാനും ഗ്രാഫുകൾ കൂടി നമുക്ക് പരിചയപ്പെടാം. നോക്കൂ, എ ബി എന്നീ ഓബ്ജക്റ്റുകളുടെ പൊസിഷൻ ടൈം ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ ഏത് വസ്തുവിനാണ് വെലോസിറ്റി കൂടുതലെന്ന് പറയാൻ പറ്റുമോ? വെലോസിറ്റി കണക്കാക്കുന്നതിന് ആവശ്യമായ യാതൊരു ന്യൂമറിക്കൽ വാല്യൂസും ഇവിടെ തന്നിട്ടില്ല. പിന്നെ എങ്ങനെ നമുക്ക് ഇവയുടെ വെലോസിറ്റി കമ്പയർ ചെയ്യാൻ കഴിയും? നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ്, ചെരിവ്, ന്യൂമറിക്കലി ആ ഓബ്ജക്റ്റിന്റെ വെലോസിറ്റിക്ക് തുല്യമായിരിക്കും എന്ന്. ഇവിടെ രണ്ട് ഗ്രാഫും പാരലൽ ആണല്ലോ, സമാന്തരമാണല്ലോ. അപ്പോൾ തീർച്ചയായും ഈ രണ്ട് വസ്തുക്കളുടെയും സ്ലോപ്പ്, ചെരിവ് തുല്യമാണ്. അതുകൊണ്ട് തന്നെ അവയുടെ വെലോസിറ്റികളും തുല്യമായിരിക്കും. ഈക്വൽ വെലോസിറ്റിയുള്ള രണ്ട് വസ്തുക്കളുടെ പൊസിഷൻ ടൈം ഗ്രാഫ് ഈ രൂപത്തിലായിരിക്കും എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനാണ് ഈ ഗ്രാഫ് ഇവിടെ വിശദീകരിച്ചത്. ഇനി ഈ ഗ്രാഫ് നോക്കൂ. മുൻ ഗ്രാഫിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഇവിടെ കാണുന്നത്? ഗ്രാഫുകളുടെ സ്ലോപ്പ് ഒരുപോലെയാണോ എന്ന് നോക്കൂ. അല്ലല്ലോ. സ്ലോപ്പുകൾ, അതിന്റെ ചെരിവുകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അവയുടെ വെലോസിറ്റികളും വ്യത്യസ്തമായിരിക്കും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, എ എന്ന ഗ്രാഫിന് സ്ലോപ്പ് കൂടുതലും ബിക്ക് സ്ലോപ്പ് കുറവുമാണ്. അതുകൊണ്ട് തന്നെ എ എന്ന ഓബ്ജക്റ്റിന് വെലോസിറ്റി കൂടുതലും ബിക്ക് വെലോസിറ്റി കുറവുമായിരിക്കും. അപ്പോൾ വെലോസിറ്റികൾ വ്യത്യസ്തമായ രണ്ട് ഓബ്ജക്റ്റുകളുടെ പൊസിഷൻ ടൈം ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. ശ്രദ്ധിക്കൂ, ഇവിടെ ഈ ഗ്രാഫുകൾ പരസ്പരം ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്, കൂട്ടിമുട്ടിയിട്ടുണ്ട്. രണ്ടാം സെക്കൻഡിൽ രണ്ട് വസ്തുക്കളും ഒരേ സ്ഥാനത്താണ്. അതായത് രണ്ടും റെഫറൻസ് പോയിന്റിൽ നിന്നും 6 മീറ്റർ ദൂരത്താണ്. അപ്പോൾ രണ്ട് വസ്തുക്കളുടെ വെലോസിറ്റികൾ വ്യത്യസ്തമാണെങ്കിൽ, ഡിഫറൻ്റ് ആണെങ്കിൽ, പൊസിഷൻ ടൈം ഗ്രാഫ് ഈ കാണുന്നത് പോലെ ആയിരിക്കുമെന്ന് ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് ഒരു ഗ്രാഫ് കൂടി പരിഗണിക്കാം. ഇവിടെയും ഗ്രാഫുകൾ പരസ്പരം ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്. അതായത് വെലോസിറ്റികൾ വ്യത്യസ്തമായ രണ്ട് വസ്തുക്കളുടെ പൊസിഷൻ ടൈം ഗ്രാഫാണിത്. എന്നാൽ നാം നേരത്തെ പരിഗണിച്ച ഗ്രാഫിൽ നിന്നും മറ്റൊരു വ്യത്യാസം കൂടിയുണ്ട് ഇവിടെ. ഈ വസ്തുക്കളുടെ വെലോസിറ്റി വിപരീത ദിശകളിലാണ്, അഥവാ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. അതായത് എ എന്ന ഓബ്ജക്റ്റിന്റെ വെലോസിറ്റി പോസിറ്റീവും ബിയുടേത് നെഗറ്റീവുമാണ്. എങ്ങനെയാണ് ബിയുടെ വെലോസിറ്റി നെഗറ്റീവാണെന്ന് മനസ്സിലായത്? അതിന് കാരണം ബിയുടെ സ്ലോപ്പ് നെഗറ്റീവാണ്. സ്ലോപ്പ് നെഗറ്റീവ് ആയതുകൊണ്ട് അതിന്റെ വെലോസിറ്റിയും നെഗറ്റീവ് ആയിരിക്കുമെന്ന് ചുരുക്കം. അപ്പോൾ അടുത്ത ചോദ്യം വരും, എങ്ങനെയാണ് സ്ലോപ്പ് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാകുന്നത്? അത് നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാകും. എങ്കിലും ആവശ്യമുള്ളവർക്ക് വേണ്ടി അതുകൂടി ഒന്ന് പറയാം. ബിയുടെ ഗ്രാഫാണ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടത്. അതിനുവേണ്ടി അതിൽ പി, ക്യു എന്നീ രണ്ട് പോയിന്റുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവയുടെ കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് ഗ്രാഫ് ബിയുടെ സ്ലോപ്പ് കണക്കാക്കാം. സ്ലോപ്പ് ഓഫ് ഗ്രാഫ് ബി ഈസ് ഈക്വൽ ടു, സ്ലോപ്പിന്റെ പൊതുവായ ഫോർമുല നമുക്കറിയാം, y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണ്. കോർഡിനേറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 4 മൈനസ് 6 ബൈ 4 മൈനസ് 2 ഈക്വൽ ടു മൈനസ് 2 ബൈ 2 ഈക്വൽ ടു മൈനസ് 1. അതായത് ബിയുടെ സ്ലോപ്പ് -1 ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വെലോസിറ്റി മൈനസ് ആയിരിക്കുമെന്ന് മാത്രമല്ല, -1 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ ഈ ചിത്രങ്ങളിലൂടെ ഉദ്ദേശിച്ചത്, ഒരു ഗ്രാഫ് കണ്ടാൽ, പൊസിഷൻ ടൈം ഗ്രാഫ് കണ്ടാൽ, അതിലെ വെലോസിറ്റി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, വെലോസിറ്റികൾ ഈക്വൽ ആണോ ഡിഫറൻ്റ് ആണോ, ഇക്കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം എന്നാണ് പറഞ്ഞത്. ഈ 3 ഗ്രാഫുകളും ഒരിക്കൽ കൂടി ഒന്നായി കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. അവയുടെ ചുവട്ടിൽ അവയുടെ സവിശേഷതകളും എഴുതിയിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ നിന്നും ഗ്രാഫുമായി ബന്ധപ്പെടുത്തി ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യവും നിങ്ങൾ ഓർക്കുമല്ലോ. ഇനി നമുക്ക് അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്നൊരു ആശയം കൂടി നമ്മുടെ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. നമ്മളൊക്കെ വാഹനം ഓടിക്കുന്നവരാണ്. അപ്പോൾ അടിയന്തര ഘട്ടത്തിൽ നമ്മൾ സഡൻ ബ്രേക്ക് ഇട്ട് വാഹനങ്ങൾ നിർത്താറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം
കുറച്ചുകൂടി ദൂരം മുന്നോട്ട് നീങ്ങി കഴിയുമ്പോഴാണ് ആ വാഹനം നിൽക്കുക. ഇത്തരത്തിൽ ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അത് നിശ്ചലമാകുന്നതുവരെ ആ വാഹനം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വെഹിക്കിൾ ആഫ്റ്റർ അപ്ലൈയിങ് ബ്രേക്ക്. റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണിത്. അതായത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടിപ്പോയാൽ അപകടത്തിനുള്ള സാധ്യത കൂടുതലായി വരും. ഒരു വാഹനത്തിന്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് അതിന്റെ ബ്രേക്കിംഗ് സംവിധാനത്തെയും അല്ലെങ്കിൽ ബ്രേക്കിംഗ് സംവിധാനത്തിന്റെ കപ്പാസിറ്റിയെയും അതുപോലെ ബ്രേക്ക് ചെയ്യുന്ന അവസരത്തിലുള്ള അതിന്റെ വെലോസിറ്റിയെയുമാണ് ആശ്രയിച്ചിരിക്കുന്നത്, സ്പീഡിനെയുമാണ് ആശ്രയിക്കുന്നത്. പരീക്ഷയെ സംബന്ധിച്ചും ഈ ഭാഗത്തിന് പ്രാധാന്യമുണ്ട്. അതിനാൽ നമുക്ക് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കണക്കാക്കുന്നതിനുള്ള ഒരു ഇക്വേഷൻ ആദ്യം ഡിറൈവ് ചെയ്യാം. അപ്പോൾ എന്താണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് നമുക്ക് മനസ്സിലായി. ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൽ ബ്രേക്ക് കൊടുക്കുന്നു അഥവാ റിട്ടാർഡിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. കുറച്ചു ദൂരം മുന്നോട്ട് നീങ്ങിയതിനു ശേഷം അതിന്റെ വെലോസിറ്റി 0 ആകുന്നു. ആ മുന്നോട്ട് നീങ്ങിയ ദൂരമാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗപ്പെടുത്തി സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനുള്ള ഒരു ഫോർമുല എഴുതി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി u എന്നെടുക്കുന്നു. അതായത് ബ്രേക്ക് ചെയ്യുന്ന അവസരത്തിൽ അതിന്റെ സ്പീഡ് u ആയിരുന്നു. അപ്പോൾ കുറച്ചു ദൂരം മുന്നോട്ട് നീങ്ങി അത് നിന്നു. ആ നീങ്ങിയ ദൂരം x, അതായത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് x എന്നെടുക്കുന്നു. മൂന്നാമതായി സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കവർ ചെയ്ത് കഴിയുമ്പോൾ വെലോസിറ്റി എന്തായിട്ടുണ്ടാകും? 0 ആയിട്ടുണ്ടാകും. സോ ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് മൂന്നാമത്തെ ഇക്വേഷനായ v² ഈക്വൽ ടു u² പ്ലസ് 2as എടുക്കാം. അതിലേക്ക് ഈ വിലകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നോക്കൂ, 0 ഈക്വൽ ടു u² പ്ലസ് 2ax. റൈറ്റ് സൈഡിലെ 2ax ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി എഴുതുന്നു. മൈനസ് 2ax ഈസ് ഈക്വൽ ടു u². നമുക്ക് x ആണ് കാണേണ്ടത്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അപ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ -2a റൈറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതുന്നു. x ഈസ് ഈക്വൽ ടു u² ബൈ -2a, ദാറ്റ് ഈസ് -u² ബൈ 2a. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സൈനിന് വലിയ പ്രാധാന്യമില്ലാത്തതിനാൽ അതിനെ x ഈസ് ഈക്വൽ ടു ജസ്റ്റ് u² ബൈ 2a എന്ന് എഴുതുന്നു. നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് സ്പീഡിന്റെ സ്ക്വയറിന് പ്രപ്പോർഷനിലാണ്, ഡിറക്റ്റ് പ്രപ്പോർഷനിലാണ്. എക്സ് ഈസ് directly proportional to speed at the time of applying brake. അപ്പോൾ ഈ ഫോർമുല ഒന്ന് കാണാതെ ഓർത്തു വെക്കുക. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു u² ബൈ 2a. ഇതുമായി ബന്ധപ്പെട്ട് ഒരു 2 ഉദാഹരണങ്ങൾ കൂടി പരിഗണിച്ചിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. An automobile which is traveling at a speed of 50 km per hour can be stopped at a distance of 40 meter by applying brake. If the same automobile is traveling at 90 km per hour and all other conditions are same, find the stopping distance. ചോദ്യം ഇതാണ്: ഒരു വാഹനം 50 km/h വേഗത്തിലാണ് പോകുന്നതെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ 40 മീറ്റർ കൂടി മുന്നോട്ട് നീങ്ങിയതിനു ശേഷമായിരിക്കും അത് നിൽക്കുക. ഈ വാഹനം 90 km/h സഞ്ചരിച്ചിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു അതിന്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്നാണ് നമ്മളോട് കാണാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഓരോ സന്ദർഭങ്ങളിലും അതിന്റെ സാഹചര്യം അനുസരിച്ചിട്ടാണ് ഓരോരോ പ്രോബ്ലങ്ങളും സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ അറിയാവുന്ന ഒരു കൺസെപ്റ്റ് എന്താണ്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് സ്പീഡിന്റെ സ്ക്വയറിന്റെ പ്രപ്പോർഷനാണ് നമുക്കറിയാം. വി ഹാവ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈസ് പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ സ്പീഡ്. അതുകൊണ്ട് S1 ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു u1² എന്ന് എഴുതി ഞാൻ. എന്താണ് S1? ആദ്യത്തെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. k എന്ന് പറയുന്നത് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. u1 എന്ന് പറയുന്നത് ആദ്യത്തെ സ്പീഡാണ്. അപ്പോൾ ഞാൻ വാല്യൂ കൊടുത്തു. 40 ഈക്വൽ ടു k ഇൻറ്റു 50² ഈക്വൽ ടു k ഇൻറ്റു 50 ഇൻറ്റു 50 ഈക്വൽ ടു 2500 k. ഇക്വേഷന് 1 എന്നൊരു നമ്പർ കൊടുത്തു. അതവിടെ കിടക്കട്ടെ. ഇനി രണ്ടാമത്തെ കേസ് എന്താണ്? മറ്റ് കാര്യങ്ങൾക്കൊന്നും മാറ്റമില്ല, സ്പീഡ് 90 ആക്കി മാറ്റി എന്നാണ്. അപ്പൊ അടുത്ത ഇക്വേഷൻ എഴുതി. S2, ഈ സന്ദർഭത്തിലെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് S2 ഈസ് ഈക്വൽ ടു
കോൺസ്റ്റന്റ് k ഇൻറ്റു u2 സ്ക്വയർ. എന്താണ് u2? ഇപ്പോഴത്തെ സ്പീഡ്. അപ്പോൾ എന്ത് വരും? s2 ഈക്വൽ ടു k ഇൻറ്റു 90 ഇൻറ്റു 90 ഈക്വൽ ടു 8100 k. ഇക്വേഷൻ നമ്പർ 2. ഇപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കൈവശമുണ്ട്. ഒന്ന് 40 ഈക്വൽ ടു 2500 k. സെക്കൻഡ് വൺ s2 ഈക്വൽ ടു 8100 k. ഇതിൽ നമുക്ക് എന്ത് സോൾവ് ചെയ്തെടുക്കണം? s2 സോൾവ് ചെയ്തെടുക്കണം. ഏറ്റവും എളുപ്പം ഇക്വേഷൻ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക. ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലും ചെയ്യാം. ഇവിടെ എളുപ്പം ഇതായതുകൊണ്ട് ഞാൻ ചെയ്തു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇക്വേഷൻ 2 ബൈ ഇക്വേഷൻ 1. ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ടാകും? s2 ബൈ 40 എന്നായിരിക്കും വരിക. റൈറ്റ് സൈഡിലോ k ആൻഡ് k ക്യാൻസൽഡ് ആയിട്ടുണ്ടാകും. ബാക്കി വരുന്നത് 8100 ഡിവൈഡ് ബൈ 2500 എന്നാണ്. 0 ക്യാൻസൽഡ് ആയി 81 ബൈ 25 എന്ന് കിട്ടുന്നു. s2 ബൈ 40 ഈക്വൽ ടു 81 ബൈ 25. s2 ആണ് കാണേണ്ടത്. അപ്പോൾ s2വിൻ്റെ ഡിനോമിനേറ്ററിലുള്ള 40യെ റൈറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതുക. s2 ഈക്വൽ ടു 40 ഇൻറ്റു 81 ബൈ 25 ഈക്വൽ ടു 129.6 മീറ്റർ. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 50 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് 40 മീറ്റർ ആയിരുന്നെങ്കിൽ അതിൻ്റെ വേഗം 50 പകരം 90 ആക്കുമ്പോൾ ഇരട്ടിയായിട്ടില്ല എന്ന് ഓർക്കുക, ഡബിൾ ആയിട്ടില്ല. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് അറൗണ്ട് 130 ആയിട്ടാണ് മാറുക. എന്ന് പറഞ്ഞാൽ 3 മടങ്ങിൽ കൂടുതലായിട്ടുണ്ട് എന്ന് ഓർക്കുക. ഓവർ സ്പീഡ് എത്രമാത്രം അപകടകരമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പ്രോബ്ലത്തിലെ ഉത്തരം. ഇനി ഒരു ചോദ്യം കൂടി. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഓഫ് എ വെഹിക്കിൾ ഈസ് 2 meter when it is moving with a certain speed. What would be the stopping distance if it were moved with the double speed than that of the previous speed? ചോദ്യം വ്യക്തമാണ്. ഒരു വാഹനം ഒരു പർട്ടിക്കുലർ സ്പീഡിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് 2 മീറ്റർ ആണ്. ബ്രേക്ക് ചെയ്താൽ 2 മീറ്റർ കൂടി മുന്നോട്ട് നീങ്ങിയതിനു ശേഷം മാത്രമേ ഇത് നിൽക്കുകയുള്ളൂ. ചോദ്യം എന്താണ്? ഇതിന്റെ ഇരട്ടി സ്പീഡിലാണ്, ഡബിൾ സ്പീഡിലാണ് വന്നിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു ഇതിന്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്നാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉത്തരം പറയാൻ കഴിയും. കാൽക്കുലേഷൻ വേണമെന്നേ ഇല്ല. കാരണം നമുക്കറിയാം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് സ്പീഡിന്റെ സ്ക്വയറിന് ഡയറക്റ്റ് പ്രപ്പോർഷനിലാണ്. ഇവിടെ സ്പീഡ് ഡബിൾ ആക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇരട്ടിയാക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് 2ന്റെ സ്ക്വയറായ 4 മടങ്ങായിട്ടുണ്ടാകും. സോ new stopping distance will be 4 times greater than previous one. That is 4 into 2 equal to 8 meter. അപ്പോൾ നമ്മൾ എഴുതി വെച്ചാൽ ഇങ്ങനെ എഴുതും. We have x is equal to u square by 2a. That is stopping distance is directly proportional to square of the initial speed. When speed is doubled, stopping distance will be quadrupled. That is new stopping distance is equal to 4 into 2 equal to 8 meter. ഞാൻ വിശദീകരിച്ച് എഴുതിയത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ആ വാല്യൂ എഴുതിയാൽ മാത്രം മതിയാകും.